ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഞങ്ങളുടെ കുട്ടികളെ എങ്ങനെയാണ് ഈ മൊബൈലിന്റെ വിലയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും? അതിന്റെ പ്രാക്ടിക്കൽ ആൻസർ ആണ് സത്യത്തിൽ ഈ വർക്ക്ഷോപ്പ്. അപ്പൊ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് അള്ളാഹു ഫിക്സ് ചെയ്ത ഒരു സമയം, നമ്മൾ ആരും ഒരു അപേക്ഷയും കൊടുക്കാതെയാണ് നമുക്കൊക്കെ ജീവിതം തന്നത്. ഒരാളും ഒരു അപേക്ഷ കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ജീവിതം ഒരു നിർണിതമായ സമയമാകുമ്പം അവസാനിക്കും. അതും നമ്മുടെ ഈ അനുവാദം ചോദിച്ചിട്ടല്ല മലക്കുൽ മൗത്ത് വരിക. ആ മരിക്കുന്നതിനും ജനനത്തിന്റെയും ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പ്രതിപാദിച്ചത് നമ്മിൽ നിന്ന് ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫ്. ഇപ്പോ എന്നെ ഒരു സുഹൃത്ത് വിളിക്കുക, നിങ്ങളിത് നേരത്തെ അറിയിച്ചില്ലല്ലോ, ഈ പ്രോഗ്രാം ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നമ്മൾ തുടങ്ങാണ്. പ്രശ്നങ്ങൾ എല്ലാവർക്കും പറയാനുണ്ട്, പരിഹാരമാണ് പറയാനില്ലാത്ത. അപ്പൊ ആ പരിഹാരം നേരെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. ആ രംഗത്ത്, പ്രബോധന രംഗത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂളാണ് ഇത്. നമ്മുടെ ബിസിനസ് രംഗത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പഠന രംഗത്ത് ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ നൂതനമായ സാധ്യതകൾ കൃത്യമായ വിവരമുള്ള നബീൽ സാറ്, കാരണം അദ്ദേഹത്തിന്റെ മേഖല സോഷ്യൽ മീഡിയയാണ് അല്ലേ. ഇന്നലെ ഒരു സഹോദരിയെ കൗൺസിലിംഗ് ചെയ്തപ്പോൾ അവർ ടെക്നോളജിയിൽ വളരെയധികം കാഴ്ചപ്പാട് അറിവുള്ള ഒരു സഹോദരിയാണ്. അവരോട് ഞാൻ പറഞ്ഞു, അവർ സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഒരു അഡ്വർടൈസ്മെന്റ് വേണം, ഒരു പോസ്റ്റർ വേണം. അപ്പൊ ആ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇപ്പോ വയനാട് നടക്കുന്ന ക്യാമ്പ് 11, 12, 13, 14, 15 5 ദിവസത്തെ ക്യാമ്പ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ IT-യിലൊക്കെ കഴിവുള്ള ഒരാളോട് പറഞ്ഞു. അദ്ദേഹം 2 പോസ്റ്റർ ഡിസൈൻ ചെയ്തു, ഒന്ന് മലയാളത്തിലും ഒന്ന് ഇംഗ്ലീഷും. രണ്ടിനും കൂടി അദ്ദേഹത്തിന് 350 ഞാൻ കൊടുത്തു. ഒരു 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. നിങ്ങൾക്കൊക്കെ സാധിക്കും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം പ്രാഗൽഭ്യമുള്ള കുട്ടികൾ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലി തരാൻ പറ്റും. ഇത് ഞാൻ പടായി പറയല്ല, നമുക്ക് തന്നെ ഒരുപാട് ചാൻസുകളുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഹലാലായ രൂപത്തിൽ, അനുവദനീയമായ രൂപത്തിൽ പണം സമ്പാദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ബാലപാഠങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ ടൂളിന്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ChatGPT ഒക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ ഒക്കെ ബേസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഠനങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തി ഉപയോഗപ്പെടുത്തി പോസിറ്റീവ് ആംഗിളിൽ കൂടി പോവാം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇന്നലെ എൻ്റെ അടുത്ത് ഞാനൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി കണ്ണൂർ പോയി, പാപ്പിനിശ്ശേരി. അപ്പൊ 2 ക്ലാസ്സുകളുണ്ട്, ഒന്ന് പാരൻസിനാണ്, ഒന്ന് വിദ്യാർത്ഥികൾക്കാണ്. 2 ക്ലാസ്സും കഴിഞ്ഞപ്പോൾ എന്നെ തന്നെ വിദ്യാർത്ഥിയായ ഒരു സഹോദരി പറഞ്ഞു, ഒരു കുടുംബം വളരെ വലിയ പ്രശ്നത്തിലാണ്, ഡിവേഴ്സിന്റെ വക്കിലാണ് ഉള്ളത്, നിങ്ങൾ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കണം. ഞാൻ അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തു, ഏകദേശം 1 മണിക്കൂർ. ആ 1 മണിക്കൂർ കൊണ്ട് ആ സഹോദരിയും കുട്ടിയും അനുഭവിക്കുന്ന വലിയ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം. സമാധാനത്തോടു കൂടിയാണ് ആ സഹോദരി അവിടുന്ന് പോകുന്നത്. ഇതുപോലെ നമ്മൾക്ക് ഒരുപാട് സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലാവുണ്ടോ? നമ്മളെന്താ സാധാരണ ചെയ്യുക? മൊബൈൽ എടുത്ത് അങ്ങനെ ബ്രൗസ് ചെയ്യാണ്, നമ്മളങ്ങനെ ചാറ്റ് ചെയ്യാണ്. എന്തിനാണ് നമ്മൾ നമ്മുടെ സമയം ഉപയോഗിക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല. കുറെ കഴിയുമ്പോൾ നമ്മൾക്ക് എല്ലാറ്റിനോടും ഒരു തരം അലസതയും മുഷിപ്പും, ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അക്രമവാസന, നിരന്തരമായിട്ട് മോശപ്പെട്ട ചിത്രങ്ങൾ, പോൺ അഡിക്ഷനിലേക്ക് നമ്മൾ പോവുകയാണെന്ന് വിചാരിച്ചു. നഗ്നമായ ചിത്രങ്ങൾ നിരന്തരം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കെമിക്കൽ ചേഞ്ചസ്, രാസമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കേംബ്രിഡ്ജ് സർവകലാശാല എന്ന് പറയുന്നത് വേൾഡിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയാണ്. അവർ നടത്തിയിട്ടുള്ള ഒരു ഗവേഷണത്തിന്റെ റിപ്പോർട്ട് യൂട്യൂബിൽ അല്ലെങ്കിൽ നിങ്ങളെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പോൺ അഡിക്ഷൻ, നഗ്നമായ വീഡിയോസ്, ചിത്രങ്ങൾ കാണുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വലന്റ് ടു ഡ്രഗ് അഡിക്ഷൻ.
മയക്കുമരുന്ന് MDMA പോലെയുള്ള മാരകമായ രാസലഹരികൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ എന്താണോ അതേ അവസ്ഥയിലേക്കാണ് നിരന്തരമായിട്ട് നഗ്നമായ ചിത്രങ്ങൾ കാണുന്ന കുട്ടികളുടെ മനസ്സ്, ശരീരം മാറുക. അപ്പൊ അതൊരു രോഗമാണ്. അപ്പൊ ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ബിസിനസ്സാണ് സെക്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു വട്ടം പോൺ സൈറ്റിൽ പോയി സെക്സിന് വേണ്ടി പരതിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ സാങ്കല്പിക ബുദ്ധി എന്ത് ചെയ്യും? അവർക്ക് മനസ്സിലാവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത്തരത്തിലുള്ള മൂവീസാണ്. പിന്നെ തുടർച്ചയായിട്ട് അത്തരത്തിലുള്ള ചിത്രങ്ങളായിരിക്കും എൻ്റെ ഫോണിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു ക്രേസിനെസ്, ആ ഒരു താല്പര്യം എന്നെ അഡിക്ഷനിലേക്ക് എത്തിക്കും. പ്രത്യേകിച്ച് കൗമാരത്തിൽ ആണും പെണ്ണും അത്തരത്തിലുള്ള ഒരുപാട് ഹോർമോൺ ചേഞ്ചസ്, ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. സെക്സിനോട് അമിതമായ ആവേശവും താല്പര്യവും ഉണ്ടാകുന്ന ഒരു പ്രായമാണ്. അത് പോസിറ്റീവായി ഉപയോഗപ്പെടുത്താനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സെക്സ്വൽ ഓർഗൻസും സെക്സ്വൽ സംവിധാനങ്ങളും എന്തിനാണ് തന്നത്? പ്രജനന സംവിധാനത്തിനാണ്. ഇവിടെ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ആണും പെണ്ണുമായിട്ട് നമ്മളെ സൃഷ്ടിച്ചത്. കല്യാണത്തിന് ശേഷം നടക്കേണ്ട ഒരു കാര്യം പ്രണയത്തിന്റെ രൂപത്തിൽ ഉണ്ടാവുകയും പിന്നീട് അത് നമ്മുടെ സാമൂഹ്യ ഘടനയെ തന്നെ തകിടമറിക്കുന്നു. ഇപ്പോൾ ഈ കൗൺസിലിംഗ് അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കേസുകൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഈ അടുത്ത് ഒരു പെൺകുട്ടി, 29 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ്. കാരണം അവൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ചിട്ടും അവൾക്ക് മാനസികമായ സംതൃപ്തി ലഭിക്കുന്നില്ല. കാരണം മറ്റൊരു പുരുഷനുമായിട്ട് അത്തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് ആ പെൺകുട്ടി നീങ്ങുകയാണ്. ഇത് അവളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടുന്ന മൊബൈൽ ഫോണിൽ കൂടി ചാറ്റ് റൂമിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ, വീഡിയോ കോൾ നാം വിളിക്കുമ്പോൾ, അത്തരത്തിലുള്ള പോൺ സൈറ്റുകൾ സന്ദർശിക്കുമ്പോൾ താൽക്കാലികമായ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, താൽക്കാലികമായ ഒരു ആശ്വാസം, സമാധാനം നമുക്ക് തരും. എന്നാൽ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്നത് ഗിൽറ്റി ഫീലിംഗ്. എന്താ ഗിൽറ്റി ഫീലിംഗ് എന്ന് പറഞ്ഞാൽ? ശക്തമായ കുറ്റബോധം. കാരണം ഞാനത് ചെയ്യാൻ പാടില്ല, ഞാനത് കാണാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് എനിക്കറിയാം. അത് ചെയ്യുന്നതോടുകൂടി എന്റെ കോൺസെൻട്രേഷൻ മിസ്സിംഗ് ആണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നു? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പോ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്ന, നല്ല കാര്യങ്ങൾക്ക് പ്രചോദിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ സ്വകാര്യ ജീവിതത്തിൽ വൃത്തികെട്ട അശ്ലീലങ്ങൾ കാണുകയും കേൾക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ വൈരുദ്ധ്യം വന്നു, നിഫാഖ് വന്നു, കാപട്യം വന്നു. അപ്പോ എന്റെ അകവും പുറവും ഒരുപോലെയല്ല. സ്വാഭാവികമായിട്ട് അവിടെ സ്വാധീനിക്കപ്പെടുന്നത് എന്റെ ആത്മവിശ്വാസം ചോർന്നു പോകും. മനസ്സിലാവുന്നു? പഠിക്കാൻ വേണ്ടിയിട്ട് പുസ്തകം എടുത്ത് വെക്കുമ്പോ എനിക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം അത് എന്റെ അറ്റൻഷനെ, എന്റെ കോൺസെൻട്രേഷനെ, എന്റെ ശ്രദ്ധയെ തകർത്ത് കളയും. എന്റെ പേഴ്സണാലിറ്റി ഡിസോർഡർ ആവും. എന്റെ കുടുംബത്തോട് എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. എന്റെ ഫ്രണ്ട്സുമായിട്ട് നല്ല ഒരു ഇന്റിമസി കീപ്പ് ചെയ്യാൻ പറ്റില്ല. സമൂഹത്തിൽ നിന്ന് ഞാൻ ഒറ്റപ്പെടും. മറ്റുള്ള വ്യക്തികളുമായി റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരുപാട് തകരാറുകൾ ഉണ്ടാക്കുന്ന വലിയ ഒരു ട്രാജഡി സൃഷ്ടിക്കുന്ന കാര്യമാണിത്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കേണ്ടതാണോ? ഒരിക്കലും അതൊക്കെ ഉപയോഗിക്കണം. ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? നല്ല കാര്യത്തിന് വേണ്ടിയാണോ? അപ്പൊ അതിന്റെ നൂതനമായ സാധ്യതകൾ, അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. പലപ്പോഴും നമുക്ക് പല വിവരങ്ങളും ഇല്ല, കാരണം നമ്മുടെ ഏരിയ അതൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇവിടുന്ന് അറിയാത്ത കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് ചോദിച്ച് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് അത് ഗുണം ചെയ്യുന്ന, ഒന്ന് സ്വന്തത്തിന് ഗുണം ചെയ്യാം, രണ്ട് കുടുംബത്തിന് ഗുണം ചെയ്യാം, സമൂഹത്തിന് ഗുണം ചെയ്യാം, നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാട്സപ്പ് യൂണിവേഴ്സിറ്റി അല്ലെ? ധ്രുവ് എന്ന ഒരാളുടെ വീഡിയോയെ കുറിച്ച് ആരാണ് അദ്ദേഹം? പറയാൻ പറ്റുമോ? ആരും കേട്ടിട്ടല്ല. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വീഡിയോ അല്ലെ? ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ള, എന്നാൽ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വീഡിയോസ് ഉണ്ട് അല്ലെ? നമ്മളതൊന്നും കാണാറില്ലല്ലോ. കാണാറുണ്ട്. ആരുടേതാണത്? ധ്രുവ്
റാഡി. ആ, ഇദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം നല്ല എഡ്യൂക്കേറ്റഡ് ആയ ഒരു വ്യക്തിത്വമാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. ഈ എഡ്യൂക്കേറ്റഡ് ആയ വ്യക്തി ഇന്ത്യയുടെ പൊളിറ്റിക്സ് എന്താണ് എന്ന് കൃത്യമായി പഠനം നടത്തി. എന്നാൽ ഗുണപരമായി ഒരു മാറ്റം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പണിയെടുത്തത്. സോഷ്യൽ മീഡിയ സംവിധാനത്തിൽ കൂടി വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന കൺസെപ്റ്റ് എന്താണ് എന്ന് പൊതുജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ആളുകൾക്ക് ബോധം വന്നത് എന്താണ് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി. ഇപ്പൊ എനിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ 200 ആളുകളുണ്ട്. ഇദ്ദേഹത്തിന് വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, അദ്ദേഹത്തിന് 500 ആളുകളുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പുകളുടെ എല്ലാ ഇൻഫോർമേഷൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അയക്കുന്ന മെസ്സേജ് 10,000-കണക്കിന് ആളുകൾക്ക് ഒരേ സമയത്ത് കൈമാറാൻ സാധിക്കും. ഇത് നല്ല കാര്യങ്ങളെ പോലെ തന്നെ ചീത്ത കാര്യങ്ങളും കൈമാറാൻ പറ്റും. പറഞ്ഞ പോയിന്റ് മനസ്സിലാവുണ്ടോ? അപ്പൊ നിങ്ങൾ ഒരു നന്മ അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ, നല്ല ഒരു കാര്യം നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഒരു നന്മ അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അറിയിച്ചു കൊടുക്കുന്ന ആൾക്ക്, അത് ചെയ്യുന്ന ആളുടെ പ്രതിഫലമുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ കൂടിയത് 25 കുട്ടികളാണെന്ന് സങ്കല്പിക്കുക. 25 ആളുകൾക്ക് സോഷ്യൽ മീഡിയയുടെ യൂസ് എന്താണ്, അതെങ്ങനെ നല്ല രൂപത്തിൽ വിനിയോഗിക്കണം എന്നുള്ള ഒരു കാര്യം നമ്മൾ പഠിപ്പിച്ചു, പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഓരോരുത്തരും 10 ആളുകളിലേക്ക് ഇത് പ്രചരിപ്പിച്ചു. അതിന്റെ ഒക്കെ കൂലി ആർക്കാ കിട്ടുക? ഇത് ആരാണ് ആദ്യം തുടങ്ങിയത് അയാൾക്ക് കിട്ടും. മനസ്സിലാവുണ്ടോ? അപ്പോ ദുനിയാവിലും ആഖിറത്തിലും നന്മ ലഭിക്കുന്ന വലിയൊരു കാര്യമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് സമയം വളരെ കുറച്ചേ ഉള്ളൂ. ആ കിട്ടിയ സമയത്ത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, സംശയങ്ങൾ ചോദിക്കുക. നല്ല നോളജ് ഉള്ള, നല്ല സ്കില്ലുള്ള, സോഷ്യൽ മീഡിയ സംവിധാനത്തിൽ നല്ല കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിത്വമാണ് നമുക്ക് റിസോഴ്സ് പേഴ്സണായി കിട്ടിയത്. കാരണം ഞാൻ നബി സാറിന്റെ അടുത്ത് ഈ വിഷയം പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഓഡിറ്റോറിയാണ് ഇത്, ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോഗ്രാം നടത്താം. എന്നിട്ട് ഇതിന്റെ സെക്കൻഡ് ഫേസ് നമുക്ക് ഇനിയും നടത്തേണ്ടതുണ്ട്. കാരണം ഇതിൽ താല്പര്യമുള്ള കുട്ടികൾ അതിന്റെ നെക്സ്റ്റ് ഫേസിലേക്ക് വന്നിട്ട് നിങ്ങൾക്കൊക്കെ സംരംഭകരാവാൻ, സംരംഭകത്വം എന്ന് പറഞ്ഞാൽ എന്താ, കുറഞ്ഞ കാഴ്ചപ്പാട് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നിവിടെ ചെയ്യാൻ പറ്റും. ഇപ്പൊ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ വീടുകളിൽ നിന്നുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. ലക്ഷക്കണക്കിന് രൂപ അവരുണ്ടാക്കുന്നുണ്ട് ഹലാലായ രൂപത്തിൽ. അതിനുള്ള സാധ്യതകൾ എന്താണ് എന്ന് ഇവിടെ നിങ്ങൾ പഠിക്കാൻ പോവാണ്. അതുകൊണ്ട് എൻ്റെ സംസാരത്തെക്കാൾ ഇവിടെ ഏറ്റവും പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ അറിയേണ്ട കുറെ കാര്യങ്ങൾ ലബീബ് സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതിനിടയിൽ ഒരു കോമിക് റിലീഫ് എന്ന് നമ്മൾ സാധാരണ പറയും, അത് മാത്രമാണ് എൻ്റെ ക്ലാസ്. പിന്നെ ഞാൻ കൂടുതൽ സംസാരിക്കില്ല. ക്ലാസ് അല്ല ഇവിടെ വേണ്ടത്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടോ? ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണ് തോന്നില്ലേ? അപ്പൊ നമ്മൾ ഒരു ടീമാണ്. ഈ ടീമായിരിക്കും ഇനി സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ്ഫുൾ ആക്കാൻ പറ്റും നമ്മുടെ പുളിക്കൽ പ്രദേശത്ത് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബെസ്റ്റ് ഓഫ്